ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ലോക്സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ ഈ ഓൺലൈൻ ഗെയിമിംഗ്, ഓൺലൈൻ ചൂതാട്ട നിയന്ത്രണ ബിൽ അത് അവതരിപ്പിക്കുന്ന സമയത്താണ് വീണ്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും വലിയ ബഹളം ഉണ്ടായത്. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രതിപക്ഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ അവതരിപ്പിച്ചത്. കടുത്ത പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ബിൽ അവതരണം നടന്നത്. ബില്ലുകളുടെ പകർപ്പ് കീറിയെറിഞ്ഞ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന കാഴ്ചയും കണ്ടു. സഭയുടെ നടുത്തളത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിലെ തർക്കം കയ്യാങ്കളിയുടെ വക്കോളം എത്തുകയും ചെയ്തു. ധാർമ്മികതയാണ് വിഷയമെങ്കിൽ അമിത്ഷാ എങ്ങനെ ആഭ്യന്തരമന്ത്രിയാകുമെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു. ആരോപണം ഉയർന്ന സമയത്ത് താൻ രാജിവെച്ചുവെന്ന് കെ സി വേണുഗോപാലിന് അമിത്ഷാ മറുപടിയും നൽകി. He had been arrested, sir. Whether he took the morality of the point अरेस्ट होने के पहले मैंने नैतिकता के मूल्यों का हवाला देकर इस्तीफा भी दिया और जब तक मैं कोर्ट से निर्देश नहीं हुआ कोई संविधान पद मैंने स्वीकार नहीं किया. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും. 31 അംഗങ്ങളാണ് JPCയിൽ ഉള്ളത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയം തൊട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും വലിയ ബഹളം ഇന്ന് ലോക്സഭയിൽ കണ്ടു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളുണ്ടായി. ഒരു വേള കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ പോകുമോ എന്നുവരെ എത്തിയിരുന്നു. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുന്നത്? ഇത് പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കി കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പറയുന്നത്? അതിനെ എങ്ങനെയാണ് വാദമുഖങ്ങൾ ഉയർത്തി കേന്ദ്രം ഖണ്ഡിക്കുന്നത്? പ്രജിൻ, അപ്രതീക്ഷിതമായി ഈ ബില്ല് ഇന്നലെ രാത്രിയോടെയാണ് ലോക്സഭയുടെ അജണ്ടയിൽ ലിസ്റ്റ് ചെയ്തത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ പുറത്തു വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ന് പാർലമെന്റിൽ ബില്ലവതരണത്തെ എതിർക്കും എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. ഭരണപക്ഷം ഈ ബില്ല് രാഷ്ട്രീയ രംഗത്തെ ധാർമ്മികത കാത്തുസൂക്ഷിക്കാനും അഴിമതിക്കെതിരായ ഒരു നടപടിക്ക് വേണ്ടിയാണ് എന്നുമാണ് അവകാശപ്പെടുന്നത്. എങ്കിൽ ഇത് ഭരണപക്ഷം പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബില്ലിലെ പ്രധാന വ്യവസ്ഥ, വിവാദമായ വ്യവസ്ഥയിൽ ഒന്ന് എന്നുള്ളത് 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്ത് അറസ്റ്റിലാകുന്ന നേതാവ്, മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇത് ആര് ആണെങ്കിലും അവർ ഈ കസ്റ്റഡിയിൽ 30 ദിവസം പൂർത്തിയാക്കുമ്പോൾ അവർ അയോഗ്യരാകുന്നു എന്നുള്ളതാണ്. ഈ മന്ത്രിയെ പുറത്താക്കാനായി മുഖ്യമന്ത്രിക്കോ കേന്ദ്രമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രിക്കോ ശുപാർശ നൽകാവുന്നതാണ്. 31-ാം ദിവസം സ്വാഭാവികമായും അയോഗ്യരാകുന്നു ഈ മന്ത്രി എന്നുള്ളതാണ് ബില്ലിലെ വിവാദമായ ഒരു വ്യവസ്ഥ. ഈ പ്രധാനമായും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാട് കേസുകളിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നിരവധി നടപടികൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായിട്ടുണ്ട് എന്നും സമാനമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് 30 ദിവസം കസ്റ്റഡിയിൽ ഏത് നേതാവിനെ വേണമെങ്കിലും എടുപ്പിക്കാമെന്നും ഇതിലൂടെ ഭരണം അട്ടിമറിക്കപ്പെടും എന്നുമുള്ള ഒരു ആശങ്കയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ നിലവിൽ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിപക്ഷം പ്രതിഷേധം നടത്തുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് അപ്രതീക്ഷിതമായ ഈ ഒരു ബില്ല് കൊണ്ടുവന്നതിലൂടെ ഭരണപക്ഷം ശ്രമിക്കുന്നത് എന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഈ ലോക്സഭയിൽ ഈ ബില്ല് ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കാൻ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങിയിരുന്നു. ആഭ്യന്തരമന്ത്രി ബില്ല് അവതരിപ്പിച്ച ഉടൻ തന്നെ ആദ്യ എതിർപ്പ് ഉയർത്തിയത് അസദുദ്ദീൻ ഒവൈസിയാണ്. തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ് ഈ
ഈ ബില്ല് എന്ന് അസുദ്ദീൻ ഒവൈസി വ്യക്തമാക്കി. തുടർന്ന് കോൺഗ്രസിന്റെ മുതിർന്ന അംഗം മനീഷ് തിവാരിയും ഭരണഘടനാ അനുച്ഛേദം 21-ന്റെ ലംഘനമാണ് ഈ ബില്ല് എന്നും ബില്ല് താൻ ശക്തമായി എതിർക്കുന്നു എന്നും 3 ബില്ലുകളും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് NK പ്രേമചന്ദ്രൻ MP ബില്ല് വ്യവസ്ഥകൾ പാലിക്കാതെയാണ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ ബില്ല് അവതരണമെന്നും ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പായി അതിന്റെ പകർപ്പുകൾ അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടില്ല എന്നും ചൂണ്ടിക്കാണിച്ചു. ബില്ല് അവതരണത്തിൽ തന്നെ എതിർക്കുകയാണ് എന്നും അതിനുള്ള അവകാശം പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഉണ്ട് എന്നും NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. തുടർന്ന് സംസാരിച്ച KC വേണുഗോപാൽ ആകട്ടെ ഈ ധാർമ്മികത മുൻനിർത്തിയാണ് ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ഭരണപക്ഷം അവകാശപ്പെടുമ്പോൾ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഗുജറാത്ത് കലാപത്തിൽ ആരോപണ വിധേയനായ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എന്ത് അവകാശമാണ് ഉള്ളത്, എന്ത് ധാർമ്മികതയാണ് ഉള്ളത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അതിന് മറുപടിയായി ആഭ്യന്തരമന്ത്രി താൻ ആ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു എന്നാണ് മറുപടി നൽകിയത്. തുടർന്ന് പിന്നീട് ബില്ല് JPCക്ക് വിടാൻ തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി സഭയെ അറിയിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങുകയും ഈ ട്രഷറി ബെഞ്ചിന് നേരെ പ്രതിപക്ഷം പാഞ്ഞെടുക്കുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ പ്രതിരോധിക്കാനായി ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അംഗങ്ങളും രംഗത്തിറങ്ങുകയായിരുന്നു. ഇത് കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജി തന്നെ കയ്യേറ്റം ചെയ്തതായി സ്പീക്കർക്ക് പരാതി നൽകുകയും ലോക്സഭാ സ്പീക്കറുടെ ഓഫീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അത്തരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും 3 ബില്ലുകളും ഇപ്പോൾ JPCക്ക് വിട്ടിരിക്കുകയാണ്. 31 അംഗ JPC ആയിരിക്കും ഈ 3 ബില്ലുകളും പരിഗണിക്കുക. പ്രധാനമായ 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ല്, ഒപ്പം തന്നെ ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ല്, കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിയമപരിഷ്കരണം എന്നീ 3 ബില്ലുകളാണ് JPCക്ക് വിട്ടിരിക്കുന്നത്. ബൽറാം, അതാണ് ഇന്ന് സഭയിൽ നടന്നത്. ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായാണ് ഈ ബില്ലുകളുടെ അവതരണം ഇന്ന് സഭയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ അതിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കൂടി, ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അതിന് കൃത്യമായ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഈ വോട്ടധികാർ യാത്ര ബീഹാറിൽ നടക്കുന്നുവെങ്കിലും രാജ്യവ്യാപകമായി ഒരു പ്രതിപക്ഷ ഐക്യ സഖ്യം അത് കൂടുതൽ ബലപ്പെടുന്നൊരു കാലാവസ്ഥ നിലവിലുണ്ട്, രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. അത് പ്രതിപക്ഷത്തിന് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ആക്കം നൽകുന്നുമുണ്ട്. അതിൽ നിലവിൽ ഈ ഭരണകക്ഷികൾ ഒന്ന് പരിഭ്രമിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ, നീക്കങ്ങളൊക്കെ അവരിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ അവരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു ഡ്രക്കോണിയൻ ആക്ട് എന്നാണ് കുറച്ച് സമയം മുൻപ് അധിർ രഞ്ജൻ ചൗധരി ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ കൂടി ചേർത്ത് വായിക്കേണ്ടതല്ല ബൽറാം? തീർച്ചയായും പ്രജിൻ, ഈ ഒരു നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രത്യേകിച്ച് BJP അധികാരത്തിലെത്തിയത് തന്നെ വോട്ടർ പട്ടികയിൽ തട്ടിപ്പ് നടത്തിയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുകയാണ്. അത് BJPയെ വലിയൊരു പരിധിവരെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കാരണം ആരോപണമുയർന്ന ആദ്യ ദിവസങ്ങളിൽ പ്രതിരോധിക്കാൻ ഒരു നേതാവ് പോലും രംഗത്ത് വന്നിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ പോലും കാര്യമായി BJPയുടെ മുതിർന്ന നേതാക്കളൊന്നും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കെയാണ് ഈ ബില്ല് അവതരണം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കം ആണെന്ന ആരോപണം ഉയരുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കേന്ദ്ര ഏജൻസികളുടെ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടെയുണ്ടായ ദുരുപയോഗമാണ്. സമാനമായി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് ഈ ബില്ലിന് പിന്നിൽ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആരോപണം. പ്രജിൻ, എന്തായാലും ഈ ബില്ലിനെ കോൺഗ്രസ് ശക്തമായി എതിർക്കുമ്പോൾ അതിൽ ഒരു സ്വരം അത് മാത്രം വേറിട്ട് നിൽക്കുന്നു. അത് മറ്റാരുമല്ല, ഡോക്ടർ ശശി തരൂരിൻ്റെതാണ്. ഈ ബില്ലിനെ പരസ്യമായി പിന്തുണയ്ക്കുകയാണ് ചെയ്തത്.